അഭിഭാഷകൻ പി.ജി. മനുവിനെ കൊല്ലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം പിറവം സ്വദേശിയാണ് പി.ജി. മനു. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, എന്താണ് വിവരങ്ങൾ? ആനന്ദവല്ലീശ്വരത്തെ ഈ വീട്ടിൽ നിന്ന് അഡ്വക്കേറ്റ് പി.ജി. മനുവിനെ ആത്മഹത്യ ചെയ്ത നില, അതായത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആനന്ദവല്ലീശ്വരത്തെ MLA ഓഫീസിന് സമീപത്തുള്ള ഈ വീട്ടിലാണ്. അതായത് 2 മാസം മുമ്പ് ഈ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് വരികയായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഈ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ഈ പി.ജി. മനു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ ഒരു കേസ് നിലവിലുണ്ട്. അതായത് മുൻ സർക്കാർ അഭിഭാഷകനായിരുന്നു. ഈ നിയമസഹായം തേടിയെത്തിയിട്ടുള്ള യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. എറണാകുളം പിറവം സ്വദേശിയും അതോടൊപ്പം തന്നെ 2018 നടന്ന ഈ പീഡന കേസിൽ ഇരയായ യുവതി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിനായി ഈ അഭിഭാഷകനെ സമീപിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലൊരു പീഡന ശ്രമം ഉണ്ടാകുന്നത്, ഈ പരാതി വരുന്നത്. തുടർന്ന് ഈ പരാതിയിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ആലുവ റൂറൽ SP-ക്ക് ലഭിച്ച പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും തുടർന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. അതിനുശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഈ മരണവാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ നിന്നും സമീപത്തുള്ള ആളുകളൊക്കെ കണ്ടിരുന്നെന്നും അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ 2 ദിവസം മുമ്പ് വന്നു. അതിനുശേഷം സുഹൃത്തുക്കളുമായാണ് ഈ വീട്ടിൽ താമസിച്ച് വരുന്നത്. അവരോടൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും 10:30 സുഹൃത്തുക്കൾ എത്തി നോക്കുമ്പോഴാണ് ഈ വീട്ടിൽ മുകളിലത്തെ നിലയിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ മൃതദേഹം ഈ വീടിനുള്ളിലാണുള്ളത്. അവിടെ നിന്നും മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് അത് വലിയ ചർച്ചയായിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ നിയമോപദേശം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസിലെ പ്രതിയാകുമ്പോൾ തന്നെ അത്രയധികം അദ്ദേഹം ഈ ഒരു കേസിൻ്റെ മറ്റ് നടപടികളൊക്കെ തന്നെ വിധേയമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടെ വരുന്നത്. ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ പി.ജി. മനുവിനെ കൊല്ലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.